സയനിസ്റ്റ് ഭരണകൂടം അതിരുകൾ ലംഘിക്കുന്നു. അതിനുള്ള പ്രത്യാഘാതം നിങ്ങൾ ചിന്തിക്കുന്നതിലും അപ്പുറമാണ്. പറയുന്നത് മറ്റാരുമല്ല, ഇസ്രയേൽ അമേരിക്ക സംയുക്താക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന് പറയപ്പെടുന്ന ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള ഖമേനിയാണ്. ഖമേനിയുടെ എക്സ് അക്കൗണ്ടിലാണ് ഈ വാചകങ്ങൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. അക്കൗണ്ട് ഇപ്പോഴും സജീവമായി നിൽക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ ഇസ്രയേലിനെയും അമേരിക്കയെയും പേടിപ്പിക്കുന്ന ഘടകമാണ്. കാരണം ലോകത്ത് ഏറ്റവും അധികം ചർച്ചാ വിഷയമാകാറുള്ള പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെടുന്ന അക്കൗണ്ടാണ് ഖമേനിയുടേത്. ഫെബ്രുവരി 28-ന് ഇസ്രയേൽ സംയുക്ത സായുധാക്രമണത്തിലാണ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി വധിക്കപ്പെട്ടത്. എന്നാൽ അതിനുശേഷവും ഖമേനിയിലൂടെ ഔദ്യോഗിക എക്സ് അക്കൗണ്ട് സജീവമാണ്. ഇസ്രയേൽ ഒരു വലിയ തെറ്റ് ചെയ്തുവെന്നും അതിനു പകരമായി ഇസ്രയേൽ ഭരണകൂടത്തിന് ഗുരുതര പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും അക്കൗണ്ടിൽ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ട് ഖമേനി പറഞ്ഞു കഴിഞ്ഞു. ഭരണം വലിയ തെറ്റു ചെയ്തു, അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഭരണകൂടത്തെ നിരാശപ്പെടുത്തുമെന്ന് പോസ്റ്റിൽ പറയുന്നുണ്ട്. പോസ്റ്റിലെ ചിത്രം 3 പാനലുകളുള്ള ഒരു കൊളാഷാണ്. ഇത് ഇറാന്റെ മിസൈൽ ശക്തിയെ പ്രതിനിധീകരിക്കുന്നതായി വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. ആദ്യ പാനലിൽ ഭീമാകാരമായ ഒരു ബാലിസ്റ്റിക് മിസൈൽ വലിയ തീജ്വാലകളോടെ വിക്ഷേപിക്കുന്നു. രാത്രിയിൽ ശത്രു നഗരങ്ങളിൽ മിസൈലുകൾ പതിക്കുന്നതായി കാണാം. മധ്യ പാനലിൽ മരുഭൂമിയിൽ ഒരു മൊബൈൽ ലോഞ്ചറിലുള്ള ഇറാനിയൻ മിസൈൽ സൈനികർ ഇറാനിയൻ പതാക വീശുന്നതായി കാണാൻ സാധിക്കും. താഴത്തെ പാനലിൽ വെളുത്ത ലാബ് കോട്ട് ധരിച്ച ശാസ്ത്രജ്ഞർ ഒരു ഹൈടെക് മിസൈൽ നിർമ്മാണ അസംബ്ലി ഫെസിലിറ്റിയിൽ പ്രവർത്തിക്കുന്നത് ചിത്രീകരിക്കുന്നുണ്ട്. ഖമേനിയുടെ മരണശേഷം അക്കൗണ്ട് ബയോ ഇസ്ലാമിക വിപ്ലവത്തിന്റെ രക്തസാക്ഷി നേതാവ് അഥവാ ദ മാർച്ചേഡ് ലീഡർ ഓഫ് ദ ഇസ്ലാമിക് റവല്യൂഷൻ എന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. പോസ്റ്റിന് സമ്മിശ്ര പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത്. മരിച്ച ഒരു വ്യക്തി നമ്മെ ആക്രമണശേഷിയുള്ള ആയുധങ്ങൾ പരിചയപ്പെടുത്തുന്നു. മരിച്ചതിന് ശേഷമുള്ള ഖമേനിയെ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ കടുപ്പക്കാരനായി തോന്നുന്നു. മണ്ണിനടിയിലേക്ക് മടങ്ങിപ്പോകൂ തുടങ്ങിയ പരിഹാസ പ്രതികരണങ്ങൾ പോസ്റ്റിന് ലഭിക്കുമ്പോൾ അതിനുമപ്പുറം വലിയ സ്വീകാര്യത ഇതിന് ലഭിക്കുന്നുണ്ട്. കാരണം ജീവിച്ചിരിക്കുന്നതിനേക്കാൾ അപകടകാരിയാണ് മരിച്ച് മണ്ണിനടിയിലെ ഖമേനി എന്ന് വാസ്തവമാണ്. ആ ഓർമ്മകൾ ഇറാനു നൽകുന്ന ഊർജം വളരെ വലുതാണ്. ഒരാൾ പോസ്റ്റ് റീപബ്ലിഷ് ചെയ്തുകൊണ്ട് ഇങ്ങനെ എഴുതി: ലോകം മുഴുവൻ ഇറാനോടൊപ്പം നിൽക്കുന്നു, അന്തിമ വിജയം ഇറാന് മാത്രമായിരിക്കും. മറ്റൊരു ഉപയോക്താവ് ഇറാനിയൻ പതാകയണിഞ്ഞ ഒരു സിംഹത്തിന്റെ AI നിർമ്മിത ചിത്രം പോസ്റ്റ് ചെയ്തു. യുഎസിന്റെയും ഇസ്രയേലിന്റെയും പതാകകളാൽ പൊതിഞ്ഞ 2 കഴുതപ്പുലികളെ ആ സിംഹം വേട്ടയാടുന്നതായാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇതൊരു സാധാരണ ആക്രമണമാണെന്ന് അവർ കരുതി. ഇപ്പോൾ ഇറാനെ കുറച്ചു കാണുന്നതിന്റെ വില അവർ അറിയും. ഇങ്ങനെ പോകുന്നുണ്ട് പ്രതികരണങ്ങൾ. വെള്ളിയാഴ്ച ട്രംപ് ഇറാനോട് നിരുപാധികമായി കീഴടങ്ങാൻ ആവശ്യപ്പെട്ടിരിക്കുന്നതിന് പിന്നാലെയാണ് എക്സിലൂടെ ഖമേനി പുനർജനിക്കുന്നത്. ഇറാൻ അനുസരിക്കുകയും പുതിയ നേതൃത്വം സ്ഥാപിക്കുകയും ചെയ്താൽ രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥ പുനർനിർമ്മിക്കാൻ സഹായിക്കുമെന്നും ട്രംപ് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. എന്നാൽ കീഴടങ്ങാൻ ഒരുക്കമല്ലെന്ന് ഖമേനി തന്നെ പറയുമ്പോൾ യുദ്ധം കടുക്കുമെന്ന പ്രതികരണങ്ങളാണ് പുറത്തുവരുന്നത്. അതേസമയം ഇറാൻ ഇസ്രയേൽ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടികളാണ് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. തന്നാൽ കഴിയും വിധം ഇറാൻ തിരിച്ചടിക്കുമ്പോൾ ഇസ്രയേൽ പ്രതിരോധം പൂർണ്ണമായും പാളിയെന്ന് കാണാൻ സാധിക്കും. ഇറാനും ഇസ്രായേലിനും പുറമെ അമേരിക്കയുടെ സൈനിക താവളങ്ങളും അവരെ സഹായിക്കുന്ന പ്രതിരോധ കേന്ദ്ര സംവിധാനവും തകർക്കാൻ ഇറാന് സാധിച്ചിട്ടുണ്ട്. ഖത്തറിലെ അൽഖോറിൽ സ്ഥിതി ചെയ്യുന്ന US സ്പേസ് ഫോഴ്സിന്റെ അത്യാധുനിക NFPS 132 അതായത് ബ്ലോക്ക് 5 എന്നറിയപ്പെടുന്ന ബാലിസ്റ്റിക് മിസൈൽ ഏർലി വാർണിംഗ് റഡാർ സംവിധാനം ഇറാന്റെ ആക്രമണത്തിൽ തകർന്നതായി റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. ഏകദേശം $110 കോടി അതായത് ഏകദേശം 1000 കോടിയോളം രൂപ വിലമതിക്കുന്ന ഈ റഡാർ സംവിധാനം പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ ഏറ്റവും വലിയ റഡാറുകളിലൊന്നാണ്. പ്ലാനറ്റ് ലാബ്സിൽ നിന്നുള്ള ഉപഗ്രഹ ചിത്രങ്ങൾ റഡാർ നിലയത്തിലുണ്ടായ നാശനഷ്ടങ്ങൾ സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. അൽ ഉദൈദ് എയർബേസിന് വടക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഈ കേന്ദ്രത്തിൽ കഴിഞ്ഞ ശനിയാഴ്ചയോടെയാണ് ആക്രമണം നടന്നതെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ആയത്തുള്ള ഖമേനിയുടെ മരണം ഇറാൻ സ്ഥിരീകരിക്കുന്നതിന് തൊട്ടുമുൻപാണ് ഈ കേന്ദ്രം തകർക്കപ്പെടുന്നതെന്നും പറയുന്നുണ്ട്.